عليكم أبان مولده عن طيب أنصره يا طيب مبتدأ منه ومختدم. ഏറ്റവും ബഹുമാനം ആദരം നിറഞ്ഞ ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുതഅല്ലിമു സുഹൃത്തുക്കൾ, നാട്ടുകാർ, നമ്മുടെ ഈ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കേവർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ് വെക്കൽ നിർബന്ധമാണ്. അവിടത്തേക്ക് ഹുബ്ബ് വെക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അവിടുത്തെ അഹ്ലുബൈത്തിനെ ഹുബ്ബ് വെക്കുക എന്നുള്ളത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉദക്കിറുകുമുല്ലാഹു ഫീ അഹ്ലിൽ ബൈത്ത്, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിന്റെ ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർബഅതു അനാ ലഹും ശാഫി യൗമിൽ ഖിയാമത്തി, ഖിയാമത്തിന്റെ സമയത്ത് 4 കൂട്ടർക്ക് ഞാൻ ശഫാഅത്ത് കൊടുക്കുന്നു. ആരാണ് ആ 4 കൂട്ടര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. അൽ മുക്രിമുൽ ലിസ്സുറിയതി, എന്റെ കുടുംബത്തെ ബഹുമാനിക്കുന്നവരെക്കാണ്. എന്റെ ശഫാഅത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യമാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലുബൈത്തിനെ വരാൽ വേദനിപ്പിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങൾ തീർത്ത് കൊടുക്കലാണ്. ഹലാലായ ആവശ്യം തീർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല തൃപ്തിയുള്ള രീതിയിലാവണം. സയ്യിദന്മാരെ നിസാരപ്പെടുത്തിയ നിലക്ക് നിങ്ങൾ ആവശ്യം തീർത്ത് കൊടുത്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുകയില്ല. അറിയില്ലേ, ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവെങ്കിലോ തങ്ങന്മാരെ നല്ലവണ്ണം ബഹുമാനിക്കുന്ന ആളായിരുന്നു. തങ്ങന്മാർക്ക് നല്ലവണ്ണം സ്വതക്ക കൊടുക്കുന്ന ആളായിരുന്നു. ഒരു സയ്യിദ് ഒരു ചെറിയ തെറ്റ് ചെയ്തതിന്റെ പേരില് ആ രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. അന്ന് രാത്രി രാജാവിന്റെ സ്വപ്നത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. ആ സമയത്ത് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂല എന്ന സലാം പറയുന്നു. സലാം മടക്കുന്നില്ല, മുഖത്തേക്കൊന്നു നോക്കുന്നില്ല. ഇത് കണ്ട രാജാവ് വല്ലാത്ത കറച്ചല് കറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ എന്ത് തെറ്റു ചെയ്തു നബിയെ? തങ്ങളെ എന്റെ മുഖത്തേക്കൊന്നു നോക്കിയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ മകനെ നിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയല്ലോ എന്ന വിഷമിച്ച് പറയാന്. അപ്പോൾ ആ രാജാവ് പറയുന്നു, ആ സയ്യിദ് ഒരു ചെറിയ തെറ്റ് ചെയ്തതായി കണ്ടു, അതുകൊണ്ടാണ് ആ സയ്യിദിനെ എന്റെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടി ഓടിച്ചത്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണമാണ്, എടാ നീ സയ്യിദന്മാർക്ക് സ്വതക്ക കൊടുക്കുന്നത് അവർ തെറ്റ് ചെയ്തതിന്റെ പേരിലാണോ അല്ല എന്റെ മക്കൾ എന്ന പേരിലാണോ? വേദനിച്ച് പറയാന്. കണ്ടില്ലേ, അവിടത്തെ അഹ്ലുബൈത്തിനെ എന്തോ ഒരു സ്നേഹമാണ്. നമുക്കും അവിടത്തെ അഹ്ലുബൈത്തിനെ നല്ലവണ്ണം സ്നേഹിക്കുന്നവരാകണം. അവസാനമായി 4-മത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമുഹിബ്ബു ലഹും ബിഖൽബി വന്നിസാനിഹി,
അവിടുത്തെ അഹ്ലുബൈത്തിനെ കൽബ് കൊണ്ടും സ്നേഹിക്കലും ആദരിക്കലും വേണം. അപ്പോഴാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ അഹ്ലുബൈത്തിനെ നല്ലവണ്ണം ഹുബ്ബ് വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വാഖിറു ദഅവാന വൽ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.